നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ചെറുകിട വ്യവസായം തുടങ്ങാൻ വേണ്ടി നമുക്കും ആവും എന്നുള്ളതാണ്. വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു സംരംഭത്തെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. കേരളത്തിൻ്റെ തനത് ഉൽപ്പന്നമായ നാളികേരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, കേരളം എന്ന് പേര് കിട്ടാൻ തന്നെ കാരണം കേരം തിങ്ങും നാടായതുകൊണ്ടാണ് എന്ന്. ഒരു കാലത്ത് നമ്മുടെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് നാളികേരം വഹിച്ചിരുന്നു. വെളിച്ചെണ്ണ രണ്ട് വിധേന തയ്യാറാക്കാം. ഇന്ന് യന്ത്രസഹായത്തോടുകൂടി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് കുറേയേറെ എളുപ്പമായിരിക്കുന്നു. ഈ കാണുന്ന മെഷീൻ്റെ പ്രത്യേകത, നാം നാളികേരമുടച്ച് ഇതിനുള്ളിൽ 16 മണിക്കൂർ വയ്ക്കുകയാണ് എങ്കിൽ അവ ചിരട്ടയിൽ നിന്ന് വേർപെടും. ചിരട്ടയിൽ നിന്ന് വേർപെട്ട തേങ്ങയെ വീണ്ടും നാം ഇതിനുള്ളിൽ വയ്ക്കുകയാണ് എങ്കിൽ 8 മണിക്കൂർ കഴിയുമ്പോൾ തികച്ചും നല്ല ഉണങ്ങിയ കൊപ്രയായി മാറും എന്നുള്ളതാണ്. അതായത് 24 മണിക്കൂറിനുള്ളിൽ പച്ച തേങ്ങ ഉടച്ച് ഈ മെഷീനിൽ വയ്ക്കുകയാണ് എങ്കിൽ ഈ കാണുന്നത് പോലെ കൊപ്രയായി രൂപാന്തരപ്പെടും. അതിനുശേഷം നമുക്ക് ചക്കിൽ ആട്ടി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാം. ഈ കാണുന്ന യന്ത്രത്തിന് 2.5 ലക്ഷം രൂപയാണ് 6 വർഷങ്ങൾക്ക് മുമ്പ് അനിൽകുമാർ വാങ്ങിയത്. ഇതിൽ 30 കിലോ കൊപ്ര ആട്ടാം. വെളിച്ചെണ്ണയായി മാറുന്നതിന് 1 മണിക്കൂർ സമയം. നാളികേരത്തിൽ നിന്നും വെളിച്ചെണ്ണ 2 രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം. ഒന്ന്, നാം ഈ കാണുന്ന രീതിയിൽ ചക്കിലാട്ടി വെളിച്ചെണ്ണ നിർമ്മിക്കാം. മറ്റൊന്ന്, നാളികേര പാൽ തിളപ്പിച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. ഇതിനെ നാം വെന്ത വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ പരിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളെ ദേഹത്ത് പുരട്ടി കുളിപ്പിക്കാറുമുണ്ട്. വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ ഏറെയാണ്. മുമ്പുള്ളവർ രാവിലെ എഴുന്നേറ്റ് തലയിലും ദേഹത്തും വെളിച്ചെണ്ണ പുരട്ടി കുളിച്ച് നവോന്മേഷത്തോടെയായിരുന്നു ദിവസം തുടങ്ങിയിരുന്നത്. ചർമ്മ സൗന്ദര്യം നിലനിർത്താനും വെളിച്ചെണ്ണ അത്യുത്തമമാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെറ്റില അരച്ച് വെളിച്ചെണ്ണയിൽ ചേർത്ത് തലമുടിയിൽ പുരട്ടിയാൽ താരൻ മാറ്റാൻ സഹായിക്കുമെന്ന്. അങ്ങനെ നിരവധി ഔഷധങ്ങൾക്കും പാചകത്തിനുമൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്. അനിൽകുമാറും കുടുംബവും പറയുന്നത്, കർണാടകയിൽ നിന്നും കോട്ടയത്ത് നിന്നും കോഴിക്കോട് നിന്നും കടക്കാവൂരിൽ നിന്നുമൊക്കെയാണ് ശാന്തിഗിരിക്കടുത്തുള്ള ഈ പോലന്തറയിൽ ഇവർക്ക് നാളികേരം എത്തുന്നത് എന്ന്.